അണ്ണാ, നിങ്ങളെന്താ ഇപ്പോഴേ പൂത്ത നിൽക്കുന്നത്? ഇനിയും വിഷുവിന് 4 ദിവസമുണ്ട്. നിങ്ങൾ ഇപ്പോഴേ പൂത്തി പൂവെല്ലാം നാളെ തന്നെ കൊഴിഞ്ഞു പോകും. വിഷുവിന് കൊഴിയാൻ തന്നെ ഇപ്പോഴേ പൂത്തത്. വിഷുവിനല്ലേ നമ്മുടെ ആവശ്യം, വിഷുവിനല്ലേ നമ്മൾ പൂക്കേണ്ടത്. ഇപ്പോഴേ പൂത്ത എന്തിനാ? ആവശ്യം പോലും അതൊന്നും പറഞ്ഞ നിനക്കിപ്പോ മനസ്സിലാവത്തില്ല. അതെന്താ അങ്ങനെ? അല്ല, നീ വിഷുവിന് പൂക്കാനാണല്ലേ നിൽക്കുന്നത്? മൊത്തം മൊട്ടാണല്ലോ. ഞാൻ പൂക്കും, ഞാൻ വിഷുവിനാ പൂക്കണേ. വിഷുവിന്റെ തലേന്നാകുമ്പോ ഇതെല്ലാം പൂക്കെല്ലാം മുട്ടായിപ്പോ. ഇതെന്റെ ആദ്യത്തെ പൂക്കല. എനിക്കിങ്ങനെ പൂത്ത് നിറഞ്ഞു നിക്കണം, നല്ല മഞ്ഞ നിറത്തില്. അതെ, ഒരു കൂടപ്പറപ്പിനെ പോലെ പറയാണ്. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും ഇപ്പൊ പൂക്കണോ വേണ്ടേ. പിന്നെ എനിക്കൊന്നും ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് ഇത്തവണ പൂത്തേ പറ്റത്തുള്ളൂ. ഇത് ആദ്യത്തെ പൂക്കലല്ലേ. വേണ്ട കുഞ്ഞെ, ഞാൻ ഇപ്പോഴും പറയാണ്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും ഇപ്പൊ പൂക്കണോന്ന്. ഓ പിന്നെ, നിന്നെക്കാൾ കൂടുതൽ വിഷു പൂത്ത ആളാണ് ഞാൻ. അത് നീ മനസ്സിലാക്കും. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. ഹായ്, ഞാൻ നല്ല ഭംഗിയായിട്ട് നിപ്പോണ്ട് പൂത്ത്. ഈ വിഷുവിന് ഞാനായിരിക്കും ഏറ്റവും സുന്ദരി ഇന്ന്. ഏയ്, എഴുന്നേക്ക്. നീ എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? അണ്ണ വീണ്ടും പൂത്തല്ലേ? പിന്നെ വിഷു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഞാൻ വീണ്ടും പൂത്ത്. ഇപ്പൊ മനസ്സിലായ നിന്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞത്? ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ. കുഞ്ഞേ, നമ്മളെ ഈ മനുഷ്യർക്ക് ആകെ ആവശ്യം വിഷുവിന് കണി വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു അമ്പലത്തിലെ പൂജയ്ക്ക് പോയിട്ട് ഓണത്തിന് അത്തമിടാൻ പോലും നമ്മളെ വേണ്ട. പോട്ടെ, വിഷു അല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങാനും പൂത്താലോ? എന്റെ ദൈവമേ, ഈ കൊണ്ടാരത്തിന്റെ ഇലയും പൂവും കാരണം വാക്കുകളായിട്ട് നടുവൊടിഞ്ഞ് ഒരാട്ട് കുറെ പുഴുവും. ഒന്ന് വെട്ടിക്കളയാൻ പറഞ്ഞ പോലും ഇവിടെ ആരുമില്ല. വെട്ടിക്കളയണം, നാശം പിടിക്കാനായിട്ട് ഈ മരമൊന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാനും പണ്ട് നിന്നെ പോലെ ആയിരുന്നു. പക്ഷെ ഇവറ്റകളുടെ ഒറ്റ അവസ്ഥ ആക്രാന്തവും പിന്നീടുള്ള അവഗണനയാണ് ഞാൻ നേരം ഞെട്ടിപ്പോക്കാൻ കാരണം. എന്നെല്ലാരും കൂടെ പിച്ചി പറിച്ച് കൊന്നാ? അപ്പൊ നിനക്കത് അറിയത്തില്ലേ? ഇല്ല. നമ്മുടെ പേരെന്തുവാ? കണിക്കൊന്ന. ഇപ്പൊ വിഷുക്കണി വെക്കാനല്ലേ നിന്നെ കൊന്നു വിലവിളിച്ചത്? അങ്ങനെ കണി വെക്കാൻ വേണ്ടി കൊന്ന മരായണ്ടാണ് നമ്മളെ കണിക്കൊന്ന പേര് വന്നത്. ഇപ്പൊ മനസ്സിലായ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ അണ്ണ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അറിയാത്തുള്ളപ്പോ ചൊറിഞ്ഞ പറഞ്ഞില്ലേ? ഇനി ഞാനും നേരം തെറ്റി പൂക്കുവറ്റകളെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുവേ. ഇനി ആ പോട്ടടാ.